നമസ്തേ. 10 ഉപനിഷത്തുകൾ, അത് മുഖ്യ ഉപനിഷത്തുകളും ഒപ്പം ശ്വേതാശ്വതരം എന്ന തുല്യപ്രാധാന്യമുള്ള മറ്റ് ഒരു ഉപനിഷത്തും ഉൾപ്പെടെ 11 ഉപനിഷത്തുകളെക്കുറിച്ച് സാമാന്യമായി മനസ്സിലാക്കാനുള്ള ഒരു പരിശ്രമത്തിലാണ് നാം ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ 11 ഉപനിഷത്തുകളിൽ 6 ഉപനിഷത്തുകളെക്കുറിച്ച് നാം മനസ്സിലാക്കി. എന്താണ് ഉപനിഷത്തുകളുടെ പ്രാധാന്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉപനിഷത്തുകളിലാണ് ഹിന്ദു മതത്തിൻ്റെ അടിസ്ഥാന ആത്മീയ തത്വങ്ങൾ കാണാൻ പറ്റുക. അവയിലാണ് ഉൾക്കൊണ്ടിരിക്കുന്നത്. അതായത് ഹിന്ദു ആത്മീയ തത്വങ്ങളുടെ പരമോന്നത കൃതികളാണ് ഉപനിഷത്തുകൾ. അതിൽ തന്നെ ദശോപനിഷത്തുകളും പിന്നെ ഞാൻ പറഞ്ഞ തുല്യപ്രാധാന്യമുള്ള ശ്വേത അശ്വതര ഉപനിഷത്തും. അങ്ങനെ 11 ഉപനിഷത്തുകളാണ് നമ്മളിവിടെ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 6 എണ്ണം, അതായത് ഋഗ്വേദ ഉപനിഷത്തായ ഐതരേയവും അതുപോലെ യജുർവേദ ഉപനിഷത്തുകൾ 5 എണ്ണവും, അതായത് ശുക്ല യജുർവേദത്തിലെ ബൃഹദാരണ്യ ഉപനിഷത്ത്, ഈശാവാസ്യ ഉപനിഷത്ത്, കൃഷ്ണ യജുർവേദത്തിലെ കഠോപനിഷത്ത്, തൈത്തിരീയ ഉപനിഷത്ത്, ശ്വേതാശ്വതര ഉപനിഷത്ത്. അങ്ങനെ 5ഉം 1ഉം 6 ഉപനിഷത്തുകൾ നാം കണ്ടു കഴിഞ്ഞു. ഇനി നാം പോകുന്നത് സാമവേദത്തിലെ ഉപനിഷത്തുകളെ കുറിച്ച് അറിയാനാണ്. സാമവേദത്തിൽ 2 ഉപനിഷത്തുകളാണുള്ളത്, 2 മുഖ്യ ഉപനിഷത്തുകളാണുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഛാന്തോഗ്യ ഉപനിഷത്താണ്. ഛാന്തോഗ്യ ഉപനിഷത്ത്, അച്ഛൻ എഴുതുന്ന അതിലെ ഉള്ളിലേക്ക് ചുനിപ്പുള്ള ഛാന്തോഗ്യ ഉപനിഷത്താണ്. പിന്നെ കേനോപനിഷത്തുണ്ട്, അത് വളരെ ചെറിയൊരു ഉപനിഷത്താണ്. ഛാന്തോഗ്യ ഉപനിഷത്ത് വലിപ്പം കൊണ്ടും ഉള്ളടക്കം കൊണ്ടും ബൃഹദാരണ്യ ഉപനിഷത്തിനെ പോലെ തന്നെ ബൃഹത്തായിട്ടുള്ള ഒരെണ്ണമാണ്. അതുകൊണ്ട് അത് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു, പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഈ ഛാന്തോഗ്യ ഉപനിഷത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, തത്വങ്ങൾ അടങ്ങിയിരിക്കുന്നത് 2-ാം അധ്യായത്തിലെ ചില വാക്യങ്ങളിലും 3-ാം അധ്യായത്തിലെ ചില വാക്യങ്ങളിലും അതുപോലെ തന്നെ 6, 7, 8 അങ്ങനെയുള്ള അധ്യായങ്ങളിലാണ് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം നമുക്ക് കാണാം. ഇതിൽ ഒറ്റ വീഡിയോ ആയിട്ട് നമുക്കിത് പൂർത്തിയാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 2 എണ്ണമെങ്കിലും 2 വീഡിയോ എങ്കിലും എടുക്കേണ്ടി വരും. എന്തുപോലും നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഛാന്തോഗ്യോപനിഷത്ത്, അതായത് സാമവേദ ഉപനിഷത്തുകളുടെ ശാന്തിമന്ത്രം, എല്ലാ ഉപനിഷത്തുകൾക്കും ഒരു ശാന്തിമന്ത്രം ഉണ്ടാവുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇതിനകത്തെ ശാന്തിമന്ത്രം, ഛാന്തോഗ്യത്തിനും കേനത്തിനും ഒരു ശാന്തിമന്ത്രമുണ്ട്. അത് സാമവേദ ഉപനിഷത്തുകൾക്ക് പൊതുവായിട്ടുള്ളതാണ്. ആ ശാന്തിമന്ത്രം ഇങ്ങനെയാണ്: ആപ്യായന്തു മമാംഗാനി വാക് പ്രാണചക്ഷുശ്രോത്രം അധോ ബലം ഇന്ദ്രിയാണി ച സർവാണി സർവം ബ്രഹ്മോപനിഷദം മാഹം ബ്രഹ്മ നിരാകുര്യാം മാ ബ്രഹ്മ നിരാകരോത് അനിരാകരണമസ്തു അനിരാകരണം മേസ്തു തദാത്മനി നിരതേ യ ഉപനിഷത്സു ധർമാഃ തേ മയി സന്തു തേ മയി സന്തു തേ മയി സന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഇതാണ് ആ ഉപനിഷത്തിൻ്റെ ശാന്തി മന്ത്രം. ആപ്യായന്തു മമാംഗാനി, എൻ്റെ അംഗങ്ങൾ, ശരീരത്തിലെ അംഗങ്ങൾ ശക്തി പ്രാപിക്കട്ടെ. വാക്ക്, പ്രാണൻ എന്ന് പറഞ്ഞാൽ ഈ മണം, മൂക്കിൻ്റെ കാര്യമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. വാക്ക്, പ്രാണൻ, ചക്ഷു, ശ്രോത്രം, അധോ ബലം, എൻ്റെ ആകെക്കൂടെയുള്ള ശക്തി, ഇന്ദ്രിയാണിച്ച സർവാണി, എല്ലാ ഇന്ദ്രിയങ്ങളും ദശേന്ദ്രിയങ്ങളും അങ്ങനെ ശക്തി പ്രാപിക്കട്ടെ. സർവം ബ്രഹ്മോ ഉപനിഷദം, ഉപനിഷത്തുകൾ ഉയർത്തി പറയുന്നത്, അത് ഉപനിഷത്തുകളിൽ പറയുന്ന ബ്രഹ്മത്തിൻ്റെ ഭാഗമാണ് എല്ലാം. മാഹം ബ്രഹ്മ നിരാകുര്യാം, ഈ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം, അതായത് എൻ്റെ ശരീരം ഉൾപ്പെടെയുള്ള എല്ലാം ബ്രഹ്മം തന്നെയാണ്. ഞാൻ ബ്രഹ്മത്തെ നിരാകരിക്കാതിരിക്കട്ടെ. മാ ബ്രഹ്മ നിരാകരോത്,
ബ്രഹ്മം എന്നെയും നിരാകരിക്കാതിരിക്കട്ടെ. അനിരാകരണമസ്തു, അനിരാകരണം ഉണ്ടാകട്ടെ, നിരാകരണം ഇല്ലാതിരിക്കട്ടെ. അനിരാകരണം മേ അസ്തു, എന്നിൽ അനിരാകരണം ഉണ്ടാകാതിരിക്കട്ടെ. എന്നുവെച്ചാൽ ഞാൻ ഒന്നിനെയും എന്നെയും ഞാനും ഒന്നിനെയും നിരാകരിക്കാതിരിക്കട്ടെ. ഞാൻ ഒന്നിനെയും നിരാകരിക്കാതിരിക്കട്ടെ, എന്നെ ബ്രഹ്മം നിരാകരിക്കാതിരിക്കട്ടെ. തദ്ദാത്മേനി നിരതേ, അത് എന്നിൽ എപ്പോഴും ഓർമ്മയോടുകൂടി നിലനിൽക്കട്ടെ. ഉപനിഷത്സു ധർമാഹ, ഉപനിഷത്സു ധർമാഹ, ഏതാണോ ഉപനിഷത്തിൽ പറയുന്ന ധർമ്മങ്ങൾ അവ എന്നിൽ മൈ സന്തു, എന്നിലുണ്ടായിരിക്കട്ടെ. എന്നിലെപ്പോഴും അത് ചിന്തയിലുണ്ടായിരിക്കട്ടെ, എൻ്റെ ചിന്തയിലുണ്ടായിരിക്കട്ടെ. എന്തൊക്കെ ധർമ്മങ്ങളാണ് ഉപനിഷത്തുകളിൽ പറയുന്നു എന്ന് വെച്ചാൽ അതെല്ലാം എൻ്റെ ഓർമ്മയിലുണ്ടായിരിക്കട്ടെ. ഇതാണ് ഈ ഉപനിഷത്തുകളിലെ ഈ ശാന്തി മന്ത്രങ്ങളുടെ ഒരു പൊതുവായ സ്വഭാവമുണ്ട്. അത് അഥർവവേദത്തിലെ ശാന്തി മന്ത്രത്തിന് മാത്രമേ ചെറിയ വ്യത്യാസമുള്ളൂ. ഇതിനകത്തൊക്കെ പറയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ദേവനോട് പറയുന്നതല്ല, നമ്മൾ തന്നെ പറയുകയാണ്, എൻ്റെ അംഗങ്ങൾ ശക്തി പ്രാപിക്കട്ടെ, അല്ലാതെ ദേവ എൻ്റെ അംഗങ്ങൾക്ക് ശക്തി ഉണ്ടാക്കി തരണേ എന്നുള്ള പ്രാർത്ഥനയല്ല. അഥർവവേദത്തിൽ ചെറിയ വ്യത്യാസമുണ്ട്, ദേവന്മാരോടൊക്കെ പ്രാർത്ഥിക്കുന്ന രീതിയിലാണ്. എന്ന് വെച്ചാൽ അഥർവവേദം പിന്നീട് ഉണ്ടായി വന്ന ഒരെണ്ണമാണ്. ആകെ 3 വേദങ്ങളാണ് ആദ്യം ഉണ്ടായിരുന്നത്. ആ 3-ൽ ത്രൈവിദ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഗീതയിൽ തന്നെ പരാമർശിക്കുന്നുണ്ട്. 3 വിദ്യകൾ, 3 വേദങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണ്. 3 വേദങ്ങളെ ആദ്യം പഴയ വേദഗ്രന്ഥങ്ങളിൽ 3 വേദങ്ങളെ മാത്രമേ പരിഗണിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഇനിയിപ്പം കാണാൻ പോകുന്ന ഈ ഉപനിഷത്തിൽ തന്നെ കാണാൻ പോകുന്നുണ്ട്. ഈ ലോകങ്ങളെ കടഞ്ഞെടുത്തപ്പോൾ ആദ്യം വേദങ്ങളുണ്ട്. വേദങ്ങളിൽ നിന്ന് 3 വ്യാഹൃതികളുണ്ടായി. ഭൂർഭുവഃ സ്വഹ എന്നുള്ള 3 വ്യാഹൃതികളുണ്ടായിരുന്നുണ്ട്. അത് 3 വേദങ്ങളുണ്ടായി വന്നതാണ്. അപ്പോൾ അവിടെ എല്ലാം പരിഗണിക്കുന്നത് പറഞ്ഞാൽ 3 വേദങ്ങളെ പരിഗണിക്കുള്ളൂ. അഥർവവേദം പിന്നീട് വന്നതാണ്. ഇതിൻ്റെ പൊതു സ്വഭാവത്തിൽ നിന്ന് ഒരു അല്പം വ്യത്യസ്തമാണ് അഥർവവേദത്തിൻ്റെ സ്വഭാവം. അതുകൊണ്ട് തന്നെയാണ്. ഇനി ഇതിൽ 8 അധ്യായങ്ങളാണ്. ഛാന്തോഗ്യ ഉപനിഷത്ത് എന്ന് പറയും ഛാന്തോഗ്യ ബ്രാഹ്മണത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ബ്രാഹ്മണത്തിൻ്റേതായ ചില പ്രത്യേകതകൾ ഈ ബൃഹദാരണ്യ ഉപനിഷത്ത് നാം കണ്ടതുപോലെ അങ്ങനെ പല തൈത്തിരീയ ഉപനിഷത്തുകൾ ആരണ്യകത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ ബ്രാഹ്മണങ്ങളുടെയോ ആരണ്യകങ്ങളുടെയോ ഭാഗമായ ഉപനിഷത്തുകൾ അവയുടെ സ്വഭാവം കാണിക്കും. അവയുടെ സ്വഭാവം എന്ന് വെച്ചാൽ അധ്യായങ്ങൾ മൊത്തമായിട്ടാണ് അടർത്തിയെടുക്കുന്നത് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. ഒരു ഉപനിഷത്തിലെ അത് ബ്രാഹ്മണങ്ങളിലെ അല്ലെങ്കിൽ ആരണ്യങ്ങളിലെ തത്വപ്രധാനമായ അധ്യായങ്ങൾ അത് മിക്കവാറും അവസാനമായിരിക്കും. ആ അവസാനത്തെ അധ്യായങ്ങൾ മൊത്തമായിട്ടാണ് എടുക്കുന്നത്. അല്ലെങ്കിൽ തത്വപ്രധാനമായ ഭാഗങ്ങൾ മാത്രം അതിനകത്തുനിന്ന് അടർത്തി മാറ്റുകയല്ല ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഉപനിഷത്തുകൾക്ക് യോജിക്കാത്ത ബ്രാഹ്മണങ്ങളുടെയും ആരണ്യങ്ങളുടെയും ഭാഗങ്ങൾ ഇതിൽ ഉണ്ടായിരിക്കും. അങ്ങനെ ചില ഭാഗങ്ങൾ ബൃഹദാരണ്യ ഉപനിഷത്തിൽ നാം കണ്ടു. അതേ കാര്യം തന്നെ ഈ ഛാന്തോഗ്യ ഉപനിഷത്തിൽ ആവർത്തിക്കുന്നുമുണ്ട്. ഞാൻ ബൃഹദാരണ്യ ഉപനിഷത്തിനെ കുറിച്ച് പറഞ്ഞു അവിടെ 6-ാം അധ്യായത്തിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. 6-ാം അധ്യായത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഒരു യജ്ഞം പോലെ ചെയ്യുന്നതാണ് ഈ സന്തതി ഉൽപ്പാദനം. അപ്പോൾ അതിൻ്റെ വിശദമായ കുറേ വർണ്ണനകളൊക്കെ അതിനകത്തുണ്ട്. പക്ഷേ അത് നമ്മളുടെ ഈ ലൈംഗിക പുസ്തകങ്ങളിൽ കാണുന്നത് പോലെ അല്ല. അവിടെ അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീയും പുരുഷനും തമ്മിൽ ബന്ധപ്പെടുമ്പോൾ അവരുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ രേതസ് പാഴായി പോകല്ലേ, ഉത്തമമായ പുത്രൻ ജനിക്കണ്ടേ എന്നുള്ള രീതിയിലാണ് ആ പ്രാർത്ഥനയോടുകൂടിയാണ് അവർ ഏർപ്പെടുന്നത്. വെച്ചാൽ അതൊരു യജ്ഞമായിട്ട് തന്നെയാണ് കാണുന്നത്. ഈ പുരുഷ സ്ത്രീ ലൈംഗിക അവയവങ്ങൾ ഈ യജ്ഞത്തിൻ്റെ ഉപകരണങ്ങളായിട്ടാണ് അരണിയും മറ്റതും മറിച്ചതൊക്കെ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് ആരും ഇത് കൊച്ചു പുസ്തകമാണെന്ന് ചില യുക്തിവാദികൾ പറയുന്നുണ്ട്. അത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാണ്, അതിപ്പോഴും പറയുന്നു. അപ്പോൾ ഇതാണ്
ഈ 8 അധ്യായങ്ങളാണ് ഇതിനകത്തുള്ളത്. ചാന്തോക്യ ബ്രാഹ്മണത്തിലെ ഈ അവസാനത്തെ 8 അധ്യായങ്ങളാണ് ഇതിനെടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഈ 1-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ അത് ഓം ഓം എന്ന അതായത് ശബ്ദത്തെ ആരാധിക്കണം, ഉപാസിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. കാരണം ഓമാണ് ഈ കാണുന്ന ഓമിൻ്റെ വ്യാഖ്യാനമാണ്, ഭൗതിക വ്യാഖ്യാനമാണ് ഈ പ്രപഞ്ചം. അങ്ങനെ പറഞ്ഞിട്ട് ഈ ഓമിൻ്റെ ഭൗതിക വ്യാഖ്യാനമായിട്ടുള്ള പ്രപഞ്ചത്തിൻ്റെ വിവിധ കാര്യങ്ങളെക്കുറിച്ച് വിവരിക്കുകയാണ്. നമുക്ക് അതിനകത്ത് നമ്മൾ വിശദമായിട്ട് നോക്കേണ്ട കാര്യമില്ല. ഇത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഓം എന്ന് പറയുന്നത് അതിനെ ആരാധിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ ഓം ആത്മാവിൻ്റെ ശബ്ദപ്രതീകമാണ്. അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നതാണ്. അതിൻ്റെ ഭൗതിക പ്രകടനമാണ്, ഭൗതിക വ്യാഖ്യാനം എന്നാണ് ഇവിടെ പറയുന്നത്. ഉപവ്യാഖ്യാനം. അപ്പോൾ ഭൗതിക വ്യാഖ്യാനമാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും. ഇതാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ അറിയേണ്ട കാര്യം. ഇനി ഇതിനകത്ത് 1-ാം അധ്യായത്തിൽ ഇത് ഒരു കാര്യം തിരങ്ങണം. ഇതിനെ 8 അധ്യായങ്ങളുണ്ടെങ്കിൽ ആ അധ്യായങ്ങളെ ഖണ്ഡങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓരോ ഖണ്ഡത്തിലും വാക്യങ്ങളുമുണ്ട്. അപ്പോൾ ഒരു അധ്യായത്തെ അല്ലെ ഒരു വാക്യത്തെ സൂചിപ്പിക്കുന്ന പറഞ്ഞാൽ അധ്യായത്തിൻ്റെ നമ്പർ, അതുപോലെ തന്നെ ഖണ്ഡത്തിൻ്റെ നമ്പർ, അതിനുശേഷം വാക്യത്തിൻ്റെ. അപ്പോൾ 1:10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-ാം അധ്യായത്തിലെ 1-ാം ഖണ്ഡത്തിലെ 10-ാം വാക്യം. അങ്ങനെ 10-ാം വാക്യം ഞാൻ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ 10-ാം വാക്യത്തിലൊരു അഡ്വൈസ് നൽകുന്നുണ്ട്. പിന്നെ യദേവ വിദ്യയാ കരോതി, ഏതാണ് അറിവോടുകൂടി ചെയ്യുന്നത്. ശ്രദ്ധയാ ഉപനിഷദ എന്ന് വെച്ചാൽ ഭക്തിയോടും തത്വജ്ഞാനത്തോടും കൂടി ചെയ്യുന്നത്. അത് വീര്യവത്തായിരിക്കും, വീര്യവത്തരമായിരിക്കും, കൂടുതൽ വീര്യം ഉള്ളതായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതായത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് വിദ്യയോടുകൂടി ചെയ്യണം എന്ന് മാത്രമല്ല ശ്രദ്ധയോടുകൂടി, ശ്രദ്ധയെന്ന് പറഞ്ഞാൽ ഭക്തിയോടുകൂടി ചെയ്യണം. അതുമാത്രം പോരാ, അതിനെക്കുറിച്ചുള്ള തത്വങ്ങൾ അറിഞ്ഞിട്ട് തത്വജ്ഞാനപരമായിട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അത് വളരെ ഉത്തമമായ ഫലങ്ങളെ ഉണ്ടാക്കും. ഇതാണ് 1:10 വാക്യത്തിൽ പറയുന്നത്. ഇനി അത് അടുത്ത ഭാഗങ്ങളിലെല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഈ പ്രപഞ്ചത്തിലെ ദ്വന്ദ്വാത്മകത്വത്തെക്കുറിച്ച് വിശദീകരിക്കുകയാണ്. നമുക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയേണ്ട കാര്യമില്ല. നമ്മൾ പല പ്രാവശ്യം കണ്ടാണ് ദ്വന്ദ്വാത്മകമാണ് ഈ പ്രപഞ്ചം. അതുമാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇനി 2-ാം അധ്യായത്തിലേക്ക് നാം ചെന്നു കഴിഞ്ഞാൽ 2-ാം അധ്യായത്തിൽ നാം നേരെ 23-ാം ഖണ്ഡത്തിലേക്കാണ് പോകുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് തത്വചിന്താ പ്രധാനമായിട്ടുള്ള വാക്യങ്ങളും മന്ത്രങ്ങളുമൊക്കെയാണ് നാം ഈ യത്നത്തിനിടയിൽ കാണുന്നത്, പരിഗണിക്കുന്നത്. അപ്പോൾ അങ്ങനെ നാം ചെന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-ാം അധ്യായത്തിലെ 23-ാം ഖണ്ഡത്തിലെ 1-ാം വാക്യത്തിലാണ്. അതിനകത്ത് പറയുന്നത് 3 തരത്തിലുള്ള ഡ്യൂട്ടീസ്, കർത്തവ്യങ്ങളുടെ 3 തരത്തിലുള്ള ശാഖകളുണ്ട്. 1-ാം ശാഖ എന്ന് പറഞ്ഞാൽ യജ്ഞം, അധ്യയനം, ദാനം. അതാണ് 1-ാം നമ്മുടെ കർത്തവ്യങ്ങളിൽ 1-ാം ശാഖ എന്ന് പറയുന്നത് അതാണ്. 2-ാമത്തെ എന്ന് പറയുന്നത് തപസ്സാണ്. ഇതെല്ലാം ചെയ്യണമെന്നർത്ഥം. എന്തൊക്കെയാണ്? യജ്ഞം ചെയ്യണം, അധ്യയനം ചെയ്യണം, ദാനം ചെയ്യണം. അത് 1-ാമത്തെ ഐറ്റം. 2-ാമത്തെ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തപസ് ചെയ്യണം. 3-ാമത്തെ ബ്രഹ്മചര്യം, ആചാര്യകുലവാസം എന്ന് വെച്ചാൽ ബ്രഹ്മചര്യം അനുസരിച്ച് ആചാര്യൻ്റെ വീട്ടിൽ പോയി താമസിച്ച് പഠിക്കണം. ഇതാണ് ഈ 3 തരത്തിലുള്ള കർമ്മങ്ങളാണ്. അത് നിർബന്ധമായിട്ടുള്ള കർമ്മങ്ങളാണ് ഒരു മനുഷ്യന് വിധിക്കപ്പെട്ടിരിക്കുന്നത്. അത് 3 അയാൾ ചെയ്യാൻ ബാധ്യസ്ഥനാണ് എന്ന് ഈ 1-ാം വാക്യത്തിൽ പറയുന്നത്. 2ഉം 3ഉം വാക്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട വാക്യങ്ങളാണ്. അതിൽ 2-ാം വാക്യത്തിൽ പറഞ്ഞ അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഈ ഓമിനെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. ആ ഓം എങ്ങനെയാണ് ഋഷിമാർ ഓമിലേക്ക് എത്തിയത്, ഓം എന്ന ശബ്ദപ്രതീകത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ് ഇവിടെ വിവരിക്കുന്നത്. പ്രജാപതി ലോകാൻ അഫ്യതപത്, പ്രജാപതി ലോകങ്ങളെക്കുറിച്ച് ചിന്തിച്ചു.
തപസ് ചെയ്തു, ലോകങ്ങളെപ്പറ്റി തപസ് ചെയ്യുന്നുള്ളതാണ്. തപസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകങ്ങളെക്കുറിച്ച് ഗാഠമായി ചിന്തിച്ചു എന്നർത്ഥം. അങ്ങനെ ചിന്തിച്ചപ്പോൾ ത്രയീവിദ്യ 3 തരത്തിലുള്ള വേദങ്ങൾ കിട്ടി. അപ്പം ലോകങ്ങളുടെ സ്വഭാവത്തിൽ നിന്ന് ഉരുത്തിരിച്ചെടുത്ത സത്യങ്ങളാണ്, ചിന്തകളാണ് ത്രയീവിദ്യ, അതായത് 3 വേദങ്ങൾ. അപ്പം 3 വേദങ്ങൾ എങ്ങനെയാണ് ഉണ്ടായത്? 3 വേദങ്ങൾ, അതാണ് സുപ്രധാനമായിട്ട് നമ്മൾ ഇന്ന് മനസ്സിലാക്കാനുള്ളത്. ഈ വാക്യങ്ങളെ അപ്പടി മനസ്സിലാക്കുകയല്ല ചെയ്യേണ്ടത്. അതിന് പിന്നിലൊരു അർത്ഥമുണ്ട്. ആ അർത്ഥം എന്താണ്? ആ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രജാപതിയൊക്കെ നമുക്കങ്ങ് വിടാം. പ്രജാപതി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഋഷിമാർ ചെയ്തത് എന്താണ്? ഈ ലോകങ്ങളെക്കുറിച്ച് അവർ പഠിച്ചു, ആഴത്തിൽ പഠിച്ചു. അപ്പോൾ അവർക്ക് ആഴത്തിൽ പഠിക്കുമ്പോൾ അവർക്ക് അവരുടെ ചിന്തയിൽ ഉണർന്നു വന്ന ആശയങ്ങൾ ക്രോഡീകരിച്ചാണ് ഈ 3 വേദങ്ങൾ അവർ സൃഷ്ടിച്ചത്. അങ്ങനെ 3 വേദങ്ങൾ അവർക്ക് കിട്ടിയതും ഈ ലോകങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ 3 ലോകങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ലോകങ്ങളെ തപിപ്പിച്ചപ്പോഴാണ്, ലോകങ്ങളെക്കുറിച്ച് അഗാഠമായി ചിന്തിച്ചപ്പോഴാണ്. ഇനി ആ വേദങ്ങളെക്കുറിച്ച് വീണ്ടും അതിന്മേൽ ചിന്ത നടത്തി, ധ്യാനിച്ചു. 3 വേദങ്ങളെക്കുറിച്ചും ധ്യാനിച്ചു. അപ്പോഴെന്താണ്? 3 വ്യാഹൃതികളുണ്ടായി. ഭൂർ ഭുവ സ്വഹ എന്നുള്ള 3 എണ്ണം. ഭൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭവിച്ചത്, ഉണ്ടായത്. ഭുവ ഇപ്പോൾ നമ്മൾ കാണുന്നത്. സ്വഹ എന്ന് പറഞ്ഞാൽ അടുത്ത് വരാനിരിക്കുന്നത്. സ്വഹ എന്നുള്ളതിൻ്റെ ഒരു തദ്ഭവമായിട്ട് നമുക്ക് തന്നെ കാണാം. സ്വഹ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം തീർന്നു കഴിഞ്ഞാൽ നമുക്ക് ലഭ്യമാകുന്ന പരമാനന്ദമായിട്ടുള്ള അവസ്ഥയാണ് സ്വഹ എന്ന് പറഞ്ഞാൽ. അതിന് സ്വർഗലോകമെന്നും അന്തരീക്ഷ ലോകമെന്നും ഭൂലോകമെന്നൊക്കെ പലതരത്തിൽ ആൾക്കാർ വ്യാഖ്യാനിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നത് ഭവിച്ചിരിക്കുന്നത്, നേരത്തെ ഭവിച്ചിട്ടുള്ള ഒരു കാര്യം, പിന്നെ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു കാര്യം, അടുത്തത് 3ാമത് വരാനിരിക്കുന്ന ഒരു ലോകം. അങ്ങനെ 3 ലോകങ്ങളെ കുറിക്കുന്ന 3 ശബ്ദങ്ങളാണ് ഭൂർ ഭുവ സ്വഹ എന്നുള്ളത്. ഇനി അതിനെയും തവിപ്പിച്ചപ്പോഴാണ്, അതിനെക്കുറിച്ചും കൂടുതൽ ഗാഠത്തിൽ ചിന്തിച്ചപ്പോഴാണ് അതിൽ നിന്നാണ് ഈ 3 അവസ്ഥകളും, ഈ 3 അവസ്ഥകളിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന ഏകമായ ഒരു സത്യമുണ്ട്, ഏകമായ ഒരു തത്വമുണ്ട്. ആ തത്വമാണ് ഓം എന്ന തത്വം. അപ്പോൾ അതായത് ഓം എന്ന തത്വത്തിൽ നിന്ന് തത്വം 3ആയിട്ട് വിഭജിച്ച് രൂപപ്പെട്ടതാണ് ഈ വേദങ്ങളും അതുപോലെ തന്നെ ഈ ലോകങ്ങളും. അതാണ് ഈ 3 23 1 2 23 1 2 23 2 2 23 3 എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ ഈ ഓമാണ് ഒരു ഇലയുടെ അതിൻ്റെ ഞരമ്പുകൾ വർണ്ണങ്ങളെ അതിൻ്റെ ഇതുണ്ടല്ലോ, വർണ്ണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇലകളെ, അതിൻ്റെ നടുത്തണ്ടും ശാഖാത്തണ്ടും എങ്ങനെ സംരക്ഷിക്കുന്നു, അതുപോലെ ഓങ്കാരം ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഒന്നിപ്പിച്ച് നിർത്തുന്നു, സംരക്ഷിക്കുന്നു, നിലനിർത്തുന്നു. അതാണ് ഈ ഉപനിഷത്ത് വാക്യം പറയുന്നത്. അതായത് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ഓംകാരം തന്നെയാണ്. ഓം എന്ന് പറയുന്നത്, അതിനകത്തുനിന്ന് ഓം എന്ന് പറയുന്നത് 3ആയിട്ട്. അപ്പോൾ അതാണ് പിൽക്കാലത്ത് സത്ത് ചിത്ത് ആനന്ദമായിട്ട്. ആനന്ദം എന്ന് പറഞ്ഞാൽ ഇനി വരാനിരിക്കുന്ന കാലത്തെ എന്ന് വെച്ചാൽ ഭാവിയിലെ കുറിക്കുന്നതാണ്. ആനന്ദത്തിലേക്കാണല്ലോ നമ്മളെല്ലാവരും പോകുന്നത്. ആനന്ദമാണ് നമ്മളുടെ എല്ലാം ലക്ഷ്യം. ജീവിതത്തിലെ ആനന്ദമാണ് നമ്മളുടെ എല്ലാം ലക്ഷ്യം. അല്ലാതെ നമുക്കൊരു ലക്ഷ്യമില്ല. ആകെ ഒരേ ഒരു ലക്ഷ്യമുള്ളൂ, ആനന്ദം. നമ്മളുടെ ബാക്കിയെല്ലാം അതിൻ്റെ സബ്ബായിട്ട് വരുന്നതാണ്. അതിൽ നിന്നെല്ലാം നമ്മൾ അവസാനം ചെന്നെത്തുന്നത്, അല്ലെങ്കിൽ അവസാന ഉദ്ദേശം എന്ന് പറയുന്നത് ആനന്ദമാണ്. ആനന്ദം നേടണം. അതിന് ഓരോരോ കാര്യങ്ങൾ വേണം. അതൊക്കെ നമ്മൾ കൊച്ചു ലക്ഷ്യങ്ങളായിട്ട് വെക്കുന്നു. അതുകൊണ്ടുമൊക്കെ നമ്മൾ എങ്ങോട്ടാണ് ചെല്ലാൻ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ആനന്ദത്തിലേക്ക് ചെല്ലാനാണ്. അതാണ് സ്വർഗം. സ്വർലോകത്തേക്ക് നമ്മൾ പോകുക എന്ന് പറഞ്ഞാൽ, നാളത്തെ ലോകം എന്ന് പറഞ്ഞാൽ ആനന്ദ ലോകത്തേക്ക് പോകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ ലക്ഷ്യം അതാണ്. പിന്നെ നമ്മൾ സംഭവിച്ചു കഴിഞ്ഞു, അതും നമ്മളുടെ ഒരു അവസ്ഥയാണ്.
ഇനിയിപ്പോൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു, അത് വേറൊരവസ്ഥ. ഫൂർ ഫുവ, അതാണ് നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ. അത് അങ്ങനെ മൂന്നായിട്ട് ഭാഗിച്ച് 3 രീതിയിലാണ് ഓങ്കാരം നിലകൊള്ളുന്നത്. സത്ത്, ചിത്ത്, ആനന്ദം എന്നാണ് അതിന് അർത്ഥവത്തായിട്ട് പിന്നീട് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുള്ളത്. സത്ത്, ചിത്ത്, ആനന്ദം എന്ന് പറയുന്ന ആ രീതിയിൽ ഈ ദശോപനിഷത്തുകളിലെങ്ങും പറയുന്നില്ല. സത്തെന്ന് പറയുന്നുണ്ട്, ഇതിനകത്താണ് സത്തെന്ന് പറയുന്നത്. സത്തെന്ന് പറയുന്നുണ്ട്, ചിത്തെന്ന് പറയുന്നുണ്ട്. അത് നമ്മൾ കണ്ട ശ്വേതാശ്വതര ഉപനിഷത്താണ്. സത്ത്, ചിത്ത്, ആനന്ദമാണെന്ന് നമ്മുടെ മാണ്ഡൂക്യ ഉപനിഷത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാമാണ്, ഇത് മൂന്നുമാണ് ആത്മാവ്. അത് 3 ഉപനിഷത്തുകളിലാണ് പറഞ്ഞിട്ടുള്ളതെന്നുള്ളതേ ഉള്ളൂ. പിന്നെ വേറൊരു ചെറിയ ഉപനിഷത്തിൽ, പിൽക്കാലത്തുണ്ടായ ഒരു ഉപനിഷത്ത് സച്ചിദാനന്ദമാണെന്ന് പറയുന്നുണ്ട്. പിന്നെ സാഹിത്യകൃതികളിൽ പല ആവൃത്തികളിൽ പറഞ്ഞിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം. ഇതാണ് 2-ാം അധ്യായത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. 3-ാം അധ്യായത്തിലേക്ക് വന്നിരുന്നു. ഇനി 3-ാം അധ്യായത്തിലാണ് ഞാൻ പറഞ്ഞു, നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യങ്ങളാണ് എടുത്ത് പരിശോധിക്കും. 3-ാം അധ്യായത്തിൽ പറയുന്നത് സർവം ഖലു ഇദം ബ്രഹ്മ. 3:14:1 പറയുന്നത് സർവം ഖലു ഇദം ബ്രഹ്മ തജ്ജലാനി ഇതി ശാന്ത ഉപാസീത എന്നാണ് അതിൽ ആദ്യം പറഞ്ഞു വെക്കുന്നത്. അതായത് സർവം ഖലു ഇദം ബ്രഹ്മ, ഇത് തീർച്ചയായിട്ടും ഇതെല്ലാം ബ്രഹ്മം തന്നെയാണ്. അത് ഉണ്ടാകുന്നു, അതിൽ നാം ഉണ്ടാകുന്നു, നിലനിൽക്കുന്നു, പിന്നെ ഉണ്ടാകുന്നു, ലയിക്കുന്നു, അതുപോലെ തന്നെ നിലനിൽക്കുന്നു. ഇത് അതിനിടയ്ക്ക് നമ്മൾ അതിൽ നിലനിൽക്കുകയാണ്. അപ്പോൾ ഇത് ഇത്രയും സംഭവിക്കുന്നു. 3 അവസ്ഥകളോടുകൂടിയാണ് ബ്രഹ്മം ഇവിടെ നിലനിൽക്കുന്നത്. നമ്മളെല്ലാം നിലനിൽക്കുന്ന ആ 3 അവസ്ഥകളോടുകൂടിയാണ്. അതിനെക്കുറിച്ചാണ്. അപ്പം ബ്രഹ്മത്തെ ഉപാസിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് തുടങ്ങുന്നത്. ഇനി 3:14:2, 3:14:3, 3:14:4 ആ 4 വാക്യങ്ങൾ അതിപ്രധാനമായിട്ടുള്ള വാക്യങ്ങളാണ്. എന്ന് വെച്ചാൽ അടിസ്ഥാനപരമായിട്ടുള്ള പല ആത്മീയ തത്വങ്ങളും അതിൽ ആവിഷ്കരിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ നോക്കാം. അത് ഞാനൊന്ന് വായിക്കാം. മനോമയ പ്രാണശരീരോ ഭാരൂപ സത്യസങ്കൽപ്പ ആകാശാത്മാ സർവകർമ്മ സർവകാമക സർവഗന്ധക സർവരസക സർവമിതമപ്യാത്തോ അവാക്കി അനാദര. അതായത് അത് എൻ്റെ ആത്മാവാണെന്ന് അടുത്ത 3:14:3 പറയുന്നത് യേശമ ആത്മാ അന്തർഹൃദയേ, എൻ്റെ അന്തർഹൃദയത്തിൽ ഉള്ള, അന്തർഹൃദയം എന്ന് പറഞ്ഞാൽ ഇത് തന്നെ, അന്തർഹൃദയത്തിലുള്ള ആത്മാവ്, അന്തർഹൃദയത്തെ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ആത്മാവെന്ന് പറയുന്നത് എങ്ങനെയൊക്കെയുള്ളതാണത്, അതിൻ്റെ സ്വഭാവമാണ് ഇവിടെ പറയുന്നത്. എങ്ങനെയാണ് എല്ലാത്തിനെയും ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കുന്നതാണ് ആത്മാവ്. എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നു, ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്നു. അതെങ്ങനെയുള്ളതാണ്? മനോമയനാണ്. എന്ന് വെച്ചാൽ അത് ഭൗതികമല്ല, അതാണ് മനോമയനാണെന്ന് പറഞ്ഞാൽ. മെറ്റീരിയൽ അല്ല. പ്രാണശരീരവും, പ്രാണശരീരം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഈ ഒരു എനർജിയാണ്. ഇതെല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നത്, എല്ലാത്തിനെയും നിലനിർത്തുന്നത്, എല്ലാത്തിനെയും മുന്നോട്ട് നയിക്കുന്ന എനർജിയാണ്. ഭാരൂപം, അതിൻ്റെ രൂപം എന്താണ്? അത് പ്രകാശമാണ്. എന്താണ്? ഉജ്ജ്വലമായിട്ടുള്ള പ്രകാശമാണ്, പ്രകാശരൂപമാണ് അതിന്. അതാണ് ഭാരൂപം, ബ്രില്യൻ്റാണത്. സത്യസങ്കല്പ, സത്യത്തെ സങ്കല്പിക്കുന്നതാണ്. സത്യം എന്ന് പറഞ്ഞാൽ അത് ഇതിനകത്ത് വീണ്ടും പഠിക്കും. അതായത് ഈ ലോകത്തെ സങ്കല്പിക്കുന്നതാണ്. മമാത്മാ ഭൂതഭാവനഃ എന്ന് ഗീതയിൽ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാം ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാം സത്തായിട്ടുള്ള, അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം ഗൂഢവാക്യങ്ങൾ ആത്മാവിൽ ഉള്ളടങ്ങിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ സങ്കല്പിക്കുമ്പോൾ, അതിനെക്കുറിച്ച് സങ്കല്പനം ചെയ്യുമ്പോൾ അത് ആ രീതിയിൽ ഉണ്ടായി വരുന്നു. അതാണ് അതിനകത്ത് പറയുന്നത്. സത്യസങ്കല്പം, ഈ ലോകങ്ങളുടെ ഒരു ഡിസൈനറാണ്, അല്ലെങ്കിൽ അവതരിപ്പിക്കുന്ന ആളാണ് എന്ന് പറയാം. അപ്പോൾ അതാണ് ആത്മാവ്. ആകാശാത്മാ, ആകാശാത്മാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവ്വവ്യാപിയായിട്ട് എല്ലായിടവും വ്യാപിച്ചു നിൽക്കുന്നത്. ആകാശം അങ്ങനെയാണല്ലോ. സർവകർമ്മ, എല്ലാ കർമ്മങ്ങളുടെയും ഊർജമാണ്. സർവകാമ,
എല്ലാ കാമങ്ങളെയും ഉണ്ടാക്കുന്ന ഊർജ്ജമാണ്. സർവഗന്ധക സർവരസ, അതിലില്ലാത്ത ഗന്ധം, അതിൽ നിന്നുണ്ടാകുന്നതാണ് എല്ലാ രസവും എല്ലാ ഗന്ധവും. സർവമിതം അഫ്യാത്തോ, ഇവിടെ ഉള്ള എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ്. അവാകി, വാക്കില്ല, അതായത് ഇന്ദ്രിയങ്ങളില്ലാതെ ഒന്നിനെക്കുറിച്ചും ഉത്കണ്ഠയില്ലാതെ ആദരവ് എന്നുവെച്ചാൽ ഒന്നിനെയും ഗൗനിക്കാതെ നിലനിൽക്കുന്ന ഈ മഹാ എനർജിയാണ്, ഈ മഹാ ചൈതന്യമാണ് എന്താണ് എൻ്റെ ഉള്ളിൽ, എൻ്റെ അന്തർഹൃദയത്തിൽ വാഴുന്ന ആത്മാവ്. അത് ഇനി അടുത്തത് പറയുന്നു അണിയാൻ വ്രീഹേർവാ എന്ന് വെച്ചാൽ എൻ്റെ അന്തരാത്മാവെന്ന് പറയുന്ന അന്തർഹൃദയത്തിൽ വസിക്കുന്ന ആത്മാവെന്ന് പറയുന്നത് അത് ഏറ്റവും സൂക്ഷ്മമാണ്. അരിമണിയേക്കാൾ സൂക്ഷ്മമാണ്, ജപത്തേക്കാൾ സൂക്ഷ്മമാണ്, അതുപോലെ കടുകുമണിയേക്കാൾ സൂക്ഷ്മമാണ്, പിന്നെ അതുപോലെ ചാമയരിയേക്കാൾ സൂക്ഷ്മമാണ്, അതിൻ്റെ പരിപ്പിനേക്കാൾ സൂക്ഷ്മം എന്ന് വെച്ചാൽ ഏറ്റവും അണിമയായിട്ടുള്ളതാണ്, എന്ന് വെച്ചാൽ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ളതാണ് ആത്മാവ്. അതുപോലെ തന്നെ ഏറ്റവും ഈ ഭൂമിയേക്കാൾ വലുതാണ്, അന്തരീക്ഷത്തേക്കാൾ വലുതാണ്, അങ്ങനെ ഈ അതിനപ്പുറമുള്ള ലോകത്തേക്കാൾ വലുതാണ്, എല്ലാ ലോകങ്ങളെക്കാളും വലുതാണെന്നർത്ഥം. എന്നുവെച്ചാൽ അതിനേക്കാൾ അണുവായിട്ടോ അതിനേക്കാൾ ബൃഹത്തായിട്ടോ സ്ഥൂലമായിട്ടോ വേറെ ഒന്നുമില്ല. എന്നുവെച്ചാൽ എല്ലാത്തിനും അപ്പുറമുള്ള ഒരു ചൈതന്യം ആത്മാവെന്ന് പറയുന്നത്. അതിൻ്റെ ലക്ഷണങ്ങളാണ് ഈ 3:14 3 എന്നീ 2 വാക്യങ്ങളിൽ അവതരിപ്പിച്ചത്. എന്നിട്ട് പറയുന്നു ഏതത് ബ്രഹ്മ. അപ്പോൾ ഇതിനെല്ലാം ഉൾക്കൊണ്ട്, അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിനെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കുന്ന ആ ആത്മാവുണ്ടല്ലോ, അത് ബ്രഹ്മമാണ്. ഇവിടെ നമ്മൾ ആ വ്യത്യാസം നോക്കണം. വെറുതെ ആത്മാവ് ബ്രഹ്മമാണെന്നങ്ങ് പറയല്ല. ആത്മാവ് എങ്ങനെ നിൽക്കുന്നു? എല്ലാ ജീവികളെയും എല്ലാ ലോകങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കുന്ന ആത്മാവുണ്ടല്ലോ, ആ ആത്മാവാണ് ബ്രഹ്മം. എന്നുവെച്ചാൽ സാക്ഷാൽ അപരോക്ഷാത് ബ്രഹ്മമാണ് ആത്മാവ്. അപ്പോൾ അതിൻ്റെ നേരെ തിരിച്ചാണ് ഇവിടെ പറയുന്നത്. എന്നുവെച്ചാൽ ഇതിനെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ അത് ആ ആത്മാവ് ബ്രഹ്മമാകുന്നു. എന്നുവെച്ചാൽ ബ്രഹ്മത്തിൽ ആത്മചൈതന്യം മാത്രമല്ല ഈ ഭൗതിക ലോകവും ഭൗതിക അംശവും അടങ്ങിയിട്ടുണ്ട് എന്നർത്ഥം. അതാണ് വ്യത്യാസം. ഈ ആത്മാവ് ബ്രഹ്മമാകുന്നു എന്ന് പറയുന്നിടത്തെല്ലാം ഇതേ രീതിയിലാണ് ഉപനിഷത്തുകളിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അല്ലാതെ വെറുതെ ആത്മാവിൻ്റെ പര്യായമാണ് ബ്രഹ്മം എന്നുള്ള അർത്ഥത്തിലല്ല. ആ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കരുത്. ആ അർത്ഥത്തിൽ പലരും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്, ഇതിനെക്കുറിച്ച് ചിന്തിക്കാത്തതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. ഇത് പിന്നെ അടുത്തൊരു കാര്യം കൂടെ പറയും. നമ്മൾ കഠോപനിഷത്ത് പഠിച്ചപ്പോൾ കണ്ട ഒരു കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവസാനം ചെന്ന് ചേരുന്നത് പ്രേത്യ സംഭവിതാസ്മി, ഞാൻ എവിടെയാണ് അവസാനം ചെന്ന് ചേരുന്നത്? ഈ ലോകമെല്ലാം വിട്ടിട്ട്, അതായത് ഈ ശരീരമൊക്കെ നശിക്കുമ്പോൾ ഞാൻ ചെന്ന് ചേരുന്ന ഒരു ഇടമുണ്ട്, അത് ഈ ബ്രഹ്മമാണ്. ഈ ബ്രഹ്മത്തിലേക്കാണ് ഞാൻ ചെന്ന് ചേരുന്നത്. അല്ലാതെ ഞാനിങ്ങനെ ഊടാടി വേറൊരു ഗർഭപാത്രം തേടി നടക്കുകയല്ല എന്നാണ് ശാണ്ഡില്യമുനി ഇവിടെ പറഞ്ഞ് നിർത്തിയിരിക്കുന്നത്. അതിനൊരു സംശയവുമില്ല എന്ന് ശാണ്ഡില്യൻ പറയുന്നു. ഇതാണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട. ഈ ചാന്തോക്യോപനിഷത്തിൽ ഒരു 3:14, 2, 3, 4 3 വാക്യങ്ങൾ. ആദ്യത്തിൽ ഇതെല്ലാം ബ്രഹ്മമാണെന്ന് പറയുന്നുണ്ട് 3:14, 1. അപ്പോൾ ഇതാണ് ഈ 3 അധ്യായത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 4-ാം അധ്യായത്തിൽ, ഈ 3-ാം അധ്യായത്തിൽ തന്നെ അങ്കിരസ് ദേവകീപുത്രനായ കൃഷ്ണന് ഈ തത്വങ്ങളെല്ലാം ഉപദേശിച്ചു കൊടുക്കുന്നതായിട്ട് ഒരു പരാമർശം കാണാം. 3:17-6 ആണ് അത്. അപ്പോൾ അത് ഒരു കൃഷ്ണൻ എന്ന് പറയുന്നത് ഒരു ഉപനിഷത്തുകളിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കഥാപാത്രം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തി തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. ഇനി 4-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടക്കാം. 4-ാം അധ്യായത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കേണ്ട
ഒരു വ്യക്തിയുണ്ട്. അത് സത്യകാമ ജാബാല എന്ന ഒരു മുനിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന ഒരു കഥ രൂപത്തിലാണ് അത് പറയുന്നത്. അത് നമുക്ക് മനസ്സിലാവും. സത്യകാമൻ എന്നൊരു കുട്ടിയുണ്ടായിരുന്നു. അത് ജബാല എന്ന ഒരു യുവതിയുടെ പുത്രനായിരുന്നു അയാൾ. കുറച്ച് 10-12 വയസ്സൊക്കെ ആയപ്പോൾ അയാൾക്ക് പഠിക്കണം, എവിടെയെങ്കിലും പോയി പഠിക്കണം, ഏതെങ്കിലും ഗുരുവിൻ്റെ അടുക്ക പോയി ഈ വേദമൊക്കെ പഠിക്കണമെന്നൊരു തോന്നലുണ്ടായി. അപ്പോൾ വേദം പഠിക്കാൻ ചെല്ലണമെന്നുണ്ടെങ്കിൽ അവൻ്റെ മാതാപിതാക്കൾ ആരാണ്, കുലമേതാണ് എന്നൊക്കെ പറയണം. അപ്പോൾ അവൻ്റെ അമ്മയോട് ചോദിക്കുന്നു, അമ്മേ എൻ്റെ അച്ഛൻ്റെ പേരെന്താണ്, എൻ്റെ കുലം എന്താണ് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ തള്ള പറഞ്ഞ്, മോനെ ഞാൻ ജബാല, നീ എൻ്റെ മകൻ സത്യകാമൻ, നീ അതുകൊണ്ട് സത്യകാമ ജാബാല എന്ന് പറഞ്ഞാൽ മതി. കാരണം ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് പല വീടുകളിലും ഈ വീട്ടുജോലിക്കായിട്ട് പോയിട്ടുണ്ട്. അവിടെ എവിടെയും നിന്നോ ഞാൻ ഗർഭിണിയായി. നിൻ്റെ അച്ഛൻ ആരാണെന്ന് എനിക്ക് നിശ്ചയമില്ല. അതുകൊണ്ട് നീ സത്യകാമ ജാബാല എന്ന് പറഞ്ഞാൽ മതി ഗുരുവിൻ്റെ അടുക്ക്, നിനക്ക് കിട്ടും എന്നുള്ളത്. അപ്പം അങ്ങനെ അവൻ ഹരിദ്രുമതൻ എന്ന ഒരു ഋഷിയുടെ ഒരാചാര്യൻ്റെ മുന്നിൽ പോയി പറയും, എന്നെ കൂടെ പഠിപ്പിക്കണമെന്ന് പറയും. അപ്പം ഹരിദ്രുമതൻ ചോദിക്കും, നിൻ്റെ കുലം ഏതാണ്, നിൻ്റെ മാതാപിതാക്കൾ ആരാണെന്ന്. അവൻ ഉള്ള കാര്യം അങ്ങ് പറയും, എനിക്ക് എൻ്റെ അച്ഛൻ ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എൻ്റെ അമ്മ ഇങ്ങനെ പലയിടത്തും ജോലിക്ക് നടന്നപ്പോൾ ഉണ്ടായ ഒരു കുട്ടിയാണ് ഞാൻ. അമ്മയുടെ പേര് ജബാല എന്നാണ്, എൻ്റെ പേര് സത്യകാമൻ എന്നാണ്. അപ്പോൾ സത്യകാമ ജാബാല എന്നാണ് എൻ്റെ പേര്. ഇത് കേട്ടപ്പോൾ ആചാര്യന് വളരെ തൃപ്തിയായി. കാരണം എന്ന് പറഞ്ഞാൽ നിന്നിൽ നീ സത്യം പറഞ്ഞു, ധൈര്യപൂർവ്വം സത്യം പറഞ്ഞു, ഒന്നും ഒളിച്ചു വെച്ചില്ല, നീ വിദ്യ ലഭിക്കാൻ അർഹനാണ്, നീ ബ്രാഹ്മണത്വമുള്ള ഒരു കുട്ടിയാണ്, നിന്നെ ഞാൻ സ്വീകരിക്കുന്നു. അങ്ങനെ അയാളെ സത്യകാമനെ ഹരിദ്രുമതൻ ശിഷ്യനായിട്ട് സ്വീകരിക്കുകയാണ്. എന്നിട്ട് എന്താ ചെയ്യുന്നത്, ഒരു 400 പശുക്കളെ കൊടുത്ത് നീ ഇതിനെ കൊണ്ടുപോയി തീറ്റിക്ക് എന്ന് പറയും. അപ്പോൾ അവിടെ ഗുരുകുലത്തിൽ വസിക്കണമെന്നുണ്ടെങ്കിൽ ജോലി ചെയ്യണം, ഭിക്ഷ എടുക്കണം, ഭിക്ഷ എടുത്ത് ഗുരുവിൻ്റെ വീട്ടുകാർക്ക് കൂടെ കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം, അതുപോലെ തന്നെ വിറകൊടിക്കാൻ പോകണം. അങ്ങനെ പല ജോലികൾ, ഗുരു പറയുന്ന ജോലികളൊക്കെ ചെയ്യണം. അങ്ങനെയാണ് അവിടുത്തെ ഗുരുകുലവാസം എന്ന് പറയുന്നത്. പിന്നെ പോകാൻ നേരത്തിൽ എന്തെങ്കിലും ഒരു ഗുരുദക്ഷിണയും കൊടുക്കണം. ഇതാണ് ഉള്ള ശക്തിക്കനുസരിച്ച് ഗുരുദക്ഷിണയും കൊടുക്കണം. ഇതായിരുന്നു പണ്ടത്തെ ശീലം. അപ്പോൾ അങ്ങനെ ഉള്ള പശുവിനെ പശുക്കളെയൊക്കെ ഒരുപാട് ആചാര്യന്മാർക്കും മുനിമാർക്കൊക്കെ ദാനമായിട്ട് രാജാക്കന്മാരും അതുപോലെ തന്നെ ഗൃഹസ്ഥന്മാരും ഒക്കെ കൊടുക്കും. പശുക്കളെ ദാനമായിട്ട് കൊടുക്കും. അങ്ങനെയുള്ള കുറേ പശുക്കളുണ്ടായിരുന്നു ഹരിദ്രുമതന്. 400 പശുക്കളെ കൊടുത്തിട്ട് പറയും, നീ കൊണ്ടുപോയി ഇതിനെ തീറ്റിക്കൊള്ളാം. അപ്പം അവനത് ഏറ്റുവാങ്ങി കൊണ്ടുപോകുന്ന വഴിക്ക് അവൻ പറഞ്ഞ്, ഗുരു ഇത് 1000 പശുക്കളാകാതെ ഞാൻ തിരിച്ചു വരത്തില്ലെന്ന് പറയും. അങ്ങനെ അവൻ പശുക്കളെയും കൊണ്ട് പശുക്കളെ മേയ്ക്കാനായിട്ട് പുറപ്പെടുകയാണ്. അപ്പം ഇങ്ങനെ കുറേ നാൾ വർഷങ്ങളായപ്പോൾ കൂട്ടത്തിൽ, ആ പശുക്കൂട്ടത്തിൽ ഋഷഭം കാള പറഞ്ഞു, സത്യകാമ നിൻ്റെ ഈ കൂട്ടത്തിൽ ഇപ്പം 1000 പശുക്കളായി, നീ എന്തുകൊണ്ട് ഇത് അങ്ങോട്ട് പോകുന്നില്ല, ഗുരുവിൻ്റെ അടുക്കലേക്ക് പോകുന്നില്ല? അപ്പം അത് അന്നേരം അവൻ നോക്കിയപ്പം ശരിയാണ്, 1000 പശുക്കളുണ്ടായി. എന്നിട്ട് ഋഷഭം പറയുകയാണ്, നിന്നെ ഞാൻ ഈ ബ്രഹ്മത്തിന് 4 പാർട്ടുകളുണ്ട്, 4 ഭാഗങ്ങളുണ്ട്, 4 പാദങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു പാദത്തെക്കുറിച്ച് ഞാൻ പറയാം. ബ്രഹ്മം പ്രകാശവാനാണ്. ദിക്കുകൾ എങ്ങനെ പ്രകാശിക്കുന്നു അതുപോലെ ബ്രഹ്മം പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ ദിക്കുകളിലും ഇങ്ങനെ ഉണ്ട്. ദിക്കുകൾ പ്രകാശിക്കുന്ന മറ്റൊന്നിൻ്റെ പ്രകാശം കൊണ്ടാണ് ദിക്കുകൾ പ്രകാശിക്കുന്നത്. പിന്നെ അപ്പോൾ എന്നിട്ട് പറയും, ബാക്കി നിന്നോട് അഗ്നി പറയും. അപ്പോൾ അങ്ങനെ പശുക്കളെയൊക്കെ തെളിച്ച് സന്ധ്യയായിട്ട് ഒരിടത്ത് വന്നു. എന്നിട്ട് തീ കൂട്ടി അതിന് മുന്നിൽ ഇയാൾ ധ്യാനനിമഗ്നായിട്ടിരുന്നു. അപ്പം അഗ്നി പറഞ്ഞു കൊടുത്തു, എന്താണ്, ബ്രഹ്മം എന്ന് പറയുന്നത് അനന്തമാണ്. എങ്ങനെയാണ്? ഈ ആകാശവും ഭൂമിയും എല്ലാം പോലെ അങ്ങനെ അനന്തമായിട്ട് കിടക്കുന്ന ആളാണ്
ബ്രഹ്മം എന്ന് പറയുന്നത്. അപ്പോൾ എന്നിട്ട് ബാക്കി നിനക്ക് ഹംസം പറഞ്ഞു തരും എന്ന് പറഞ്ഞ് അഗ്നി ഇയാളെ വിടുകയാണ്. അതും കേട്ട് അവൻ ഹംസത്തിൻ്റെ അടുത്ത് പോയി. അങ്ങനെ ഹംസം പറയും. ഹംസം എന്താണ് പറഞ്ഞ് മനസ്സിലാക്കുന്നത്? ജ്യോതിഷ്മാനാണ്. ഹംസം പറയും, നീ ഈ ബ്രഹ്മം എന്ന് പറയുന്നത്, ബ്രഹ്മത്തിൻ്റെ മൂന്നാമത്തെ പാദം എന്ന് പറയുന്നത് ബ്രഹ്മം ജ്യോതിഷ്മാനാണെന്നാണ്. ബ്രഹ്മം സ്വയം അതിനകത്ത് പ്രകാശിക്കുന്ന ഒരെണ്ണം ഉണ്ട്. അങ്ങനെയാണിത് ദിക്കുകളെ പോലെ പ്രകാശവാനായി മാറിയത്. അപ്പോൾ അതിനകത്ത് പ്രകാശിക്കുന്ന ഒന്നുണ്ട്, അതാണ് ജ്യോതിഷ്മാനാണെന്ന് പറഞ്ഞത്. ആ പ്രകാശിക്കുന്ന ചൈതന്യം എന്തായിരിക്കും? ആത്മചൈതന്യം തന്നെയാണ്. അപ്പോൾ ആത്മചൈതന്യം കൂടെ ചേർന്നതാണ് ഈ ബ്രഹ്മം എന്നർത്ഥം. ആത്മചൈതന്യത്തെ കൊണ്ടാണ് ഇത് പ്രകാശവാനായിരിക്കുന്നത് എന്നർത്ഥം. വളരെ വ്യക്തമാണ് എല്ലാ കാര്യങ്ങളും. എന്നിട്ട് ഹംസം പറയും, ഇനി നിന്നെ മദ്ഗു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നീർപക്ഷി പഠിപ്പിക്കും ബാക്കി കാര്യം. അപ്പം നീർപക്ഷിയിലേക്ക് ഓൻ പോവും. അപ്പം നീർപക്ഷി പറയും, ആയതനവാനാണ്, ആയതനം ഉള്ളതാണ്. ആയതനം എന്ന് പറഞ്ഞാൽ ബോഡി, എബോർഡ് എന്ന് വെച്ചാൽ പാർക്കാൻ സ്ഥലമുള്ളതാണ്. എന്ന് വെച്ചാൽ ഇതിന് അധിവാസ സ്ഥാനമുണ്ട് ഇതിന്. അപ്പോൾ അതായത് ഇത് ഭൗതികതയും കൂടി ചേർന്നതാണെന്ന് അർത്ഥം. അപ്പം ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ജ്യോതിസ് മാത്രമല്ല, അതിനോടൊപ്പം തന്നെ ആയതനവുമുള്ളതാണ്, ബോഡിയും കൂടി ഉള്ളതാണ്. അതാണ് ഇവിടെ മദ്ഗു പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം 4 പാദങ്ങളുമായി. അപ്പം ബ്രഹ്മം പ്രകാശവാനാണ്, അതുപോലെ തന്നെ ജ്യോതിഷ്മാനാണ്, ആയതനവാനാണ്, അതുപോലെ തന്നെ അനന്തവാനാണ്. പ്രകാശവാനാണ്, അനന്തവാനാണ്, ജ്യോതിഷ്മാനാണ്. ഇപ്പോൾ പറയുന്നു ഇത് ആയതനവാനാണ്. അപ്പം അങ്ങനെ 4 പാദങ്ങളും മനസ്സിലായി. അപ്പം ഇയാൾ ബ്രഹ്മത്തെക്കുറിച്ച് മനസ്സിലായി. അപ്പം ഇങ്ങനെ ഇവൻ തിരിച്ച് ഗുരുകുലത്തിൽ ചെല്ലുകയാണ്. ഗുരുകുലത്തിൽ ചെന്നപ്പം ഗുരു ഇവനെ കണ്ടപ്പം തന്നെ, ഹേയ് ശിഷ്യ, നിന്നെ കണ്ടിട്ട് ഒരു തിളക്കം തോന്നുന്നല്ലോ. ബ്രഹ്മത്തെ അറിഞ്ഞ ഒരു മനുഷ്യൻ്റെ തിളക്കം നിന്നിൽ ഞാൻ കാണുന്നുണ്ട്. ആരാണ് നിന്നെ ബ്രഹ്മത്തെക്കുറിച്ച് പഠിപ്പിച്ചത്? അപ്പോൾ അവൻ ഇച്ചിരി അറച്ചു. അവൻ പറഞ്ഞ്, എന്നെ പഠിപ്പിച്ചത് മറ്റു മനുഷ്യരൊന്നും അല്ല, ഞാനിങ്ങനെ പല ജീവികളിൽ നിന്നൊക്കെ പഠിച്ചതാണ് എന്ന് പറയും. അപ്പോൾ എന്നിട്ട് അവൻ പറയും, അപ്പോൾ നീ എന്തായാലും ബ്രഹ്മത്തെക്കുറിച്ച് അറിഞ്ഞ ഒരു പ്രകാശമാണ് നിൻ്റെ മുഖത്ത് ഞാൻ കാണുന്നത്. അപ്പം ഗുരു അങ്ങനെ പറഞ്ഞെങ്കിലും സത്യകാമൻ പറയും, ഞാൻ കേട്ടിട്ടുണ്ട്, ഗുരുമുഖത്ത് നിന്ന് വിദ്യ പഠിച്ചാൽ അതിന് ഒരു തിളക്കമുള്ളൂ, അതിനൊരു വിലയുള്ളൂ എന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഗുരു എന്നെ വിദ്യ പഠിപ്പിക്കണം. ഗുരു ശരി പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് ഗുരു ഈ വിദ്യകളൊക്കെ ഈ വിദ്യകൾ ബ്രഹ്മത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ തുടങ്ങി. പക്ഷേ പഠിപ്പിച്ചതൊക്കെ എന്താണ്? അവൻ നേരത്തെ പഠിച്ച കാര്യങ്ങൾ, മറ്റ് ജീവികളിൽ നിന്നൊക്കെ കേട്ട് പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഗുരുവും പഠിപ്പിച്ചത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ പാഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ വിദ്യകളും വരുന്നത് ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളിൽ നിന്ന് അതിനെ കടഞ്ഞെടുത്താണ് ത്രൈവിദ്യ എന്നാണല്ലോ 2:23, 2-ലും 3-ലും ഒക്കെ നമ്മൾ കണ്ടത്. 2:23 3:14 അല്ല, തെറ്റിപ്പോയി. 2:23, 2-ൽ തന്നെ ആണ് നമ്മളത് കണ്ടത്. അതായത് ഈ ഓങ്കാരം വന്നത് എങ്ങനെയാണ്? പ്രപഞ്ചത്തെ കടഞ്ഞെടുത്തപ്പോഴാണ് അത് ത്രൈവിദ്യ വന്നത്. അതായത് 3 വേദങ്ങളെ കിട്ടിയത്. അപ്പം പ്രപഞ്ചത്തിൽ നിന്ന് മനസ്സിലാക്കുന്നതാണ് എല്ലാ അറിവുകളും, അല്ലാതെ ഏതെങ്കിലും ഒരു ഗുരുവിൻ്റെ ഒന്നും അല്ല. അപ്പോൾ ഗുരു പഠിപ്പിച്ചാലും പ്രപഞ്ചത്തിൽ നിന്ന് നമ്മൾ നേരിട്ട് പഠിച്ചാലും പഠിക്കുന്ന ഒരേ വിദ്യ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഗുരുമുഖത്തിൽ നിന്ന് പഠിച്ചാൽ അതിന് വിലയുള്ളൂ, അതിന് തിളക്കമുണ്ടാവും എന്നൊക്കെയുള്ള ധാരണ തെറ്റാണെന്നാണ് ഈ സത്യകാമൻ്റെ കഥ നമുക്ക് വെളിവാക്കി തരുന്നത്. അത് നമ്മളും പ്രത്യേകം ശ്രദ്ധിക്കണം. അത് വിദ്യ എന്ന് പറയുന്നത് ആരുടെയും സ്വന്തമല്ല. അതെല്ലാം ഉണ്ടാകുന്നത്, അതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് ആത്മശക്തിയാണ്. ആത്മാവെന്ന് പറയുന്നത് അറിവിൻ്റെ ഉറവിടമാണ്. അതാണ് ചിത്തെന്ന് പറയുന്നത്. ചിത്തിൻ്റെ പ്രകടിത രൂപമാണ് അറിവ്. അതാണ് ബ്രഹ്മം.
ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം, ജ്ഞാനം, അനന്തം ആണെന്ന് നാം തൈത്തിരീയ ഉപനിഷത്ത് പഠിച്ചപ്പോൾ പഠിച്ചു. സത്യം, ജ്ഞാനം, അനന്തം, ചിത്തിൻ്റെ അറിവാണ്. അറിവിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് ബ്രഹ്മമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതാണ് ഈ സത്യകാമൻ്റെ കഥയിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ അതാണ്. ഈ പ്രപഞ്ചം തന്നെയാണ് അറിവിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഉറവിടം. അറിവ് ആരുടെയും സ്വന്തമല്ല. ആർക്കും അത് സ്വന്തമായിട്ട് എടുത്ത് വെക്കാൻ പാടില്ല. അത് ഒരുത്തന് കിട്ടുന്ന അറിവ് ലോകത്തിന് മുഴുവനായിട്ട് അത് നാം സമർപ്പിക്കണം, നൽകണം. അങ്ങനെ നൽകിയവരാണ് ഭാരതീയ ഋഷിമാർ. അവരുടെ പേരൊന്നും അതിനകത്ത് അവർ ചാർത്തുന്നില്ല. അവർ ലോകത്തിനായിട്ട് അല്ലെങ്കിൽ അവകാശപ്പെടുന്നില്ല. അതിൻ്റെ റോയൽറ്റി ഒന്നും അവർ അവകാശപ്പെടുന്നില്ല. ലോകത്തിനായിട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മൾ ഇതിനകത്തൊന്നും മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ സത്യകാമൻ്റെ കഥയിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. അപ്പോൾ ഇനി ഇതോടുകൂടി 4-ാമത്തെ അധ്യായം അവസാനിച്ചു. ഇനി 5-ാമത്തെ അധ്യായത്തിൽ ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞ് നേരത്തെ സൂചിപ്പിച്ചതാണ്. ഈ കുറച്ച് ഇതിൻ്റെ ബ്രാഹ്മണത്തിൻ്റെ സ്വഭാവത്തിലുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് കൂടുതലും വരുന്നത്. അത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ശ്വേതകേതു ഇതിനകത്ത് ഒരു കഥാപാത്രം. ശ്വേതകേതു ഈ പ്രവാഹനൻ എന്ന പാഞ്ചാല രാജാവിൻ്റെ അടുക്കൽ ചെന്നിട്ട് ഓരോ വിദ്യകൾ പഠിപ്പിക്കുന്നതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പം പ്രവാഹനൻ കുറേ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനൊന്നും ശ്വേതകേതുവിന് ഉത്തരം അറിയത്തില്ല. ശ്വേതകേതു ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. എന്നിട്ട് അച്ഛൻ ഉദ്ധാലക അരുണിയുടെ അടുക്കൽ ചെന്ന് പറയും, അച്ഛൻ എന്നെ എല്ലാം പഠിപ്പിച്ചിട്ടുണ്ടെന്നല്ല പറയുന്നത്. എന്നിട്ട് ആ ക്ഷത്രിയൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരം പറയാൻ പറ്റിയില്ല. അപ്പം ഞാൻ നിന്നെ എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്, ഇനി എനിക്ക് അറിഞ്ഞുകൂടാത്ത എന്തെങ്കിലും കാര്യമായിരിക്കും അയാൾക്കറിയാവുന്നത്. എന്നിട്ട് പറഞ്ഞു, വാ നമുക്ക് അയാളെ കാണാൻ പോകാം. അങ്ങനെ കാണാൻ പോകുമ്പോൾ ഇവൻ പോകത്തില്ല. അവന് ഭയങ്കര നാണക്കേടായിപ്പോയി. ശ്വേതകേതു പോകില്ല. അപ്പോൾ ഉദ്ധാലകാരണി പോവും. എന്നിട്ട് ഈ പ്രവാഹൻ്റെ അടുക്കൽ ചെന്ന്, ഇതെന്താണ് എൻ്റെ മകൻ ഇങ്ങനെ വന്ന് പറയുന്നല്ലോ, എന്താണ് നിങ്ങൾ അവൻ്റെ അടുക്കൽ ചോദിച്ച ചോദ്യങ്ങൾ? അങ്ങനെ ചോദിച്ചപ്പോൾ ഉദ്ധാലകനും അറിഞ്ഞുകൂടാ. അപ്പോൾ അയാൾ പഠിപ്പിക്കുന്ന ഓരോ കാര്യങ്ങൾ അയാൾ പഠിപ്പിക്കുന്നതായിട്ടാണ് ഈ യജ്ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയുന്നത്. അതായത് സന്തതിഉൽപാദനത്തിനുള്ള യജ്ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. ഇത് നമുക്ക് ഇതേ കഥ തന്നെയാണ് ബൃഹദാരണ്യക ഉപനിഷത്തിലുമുള്ളത്. അതുകൊണ്ട് നമ്മൾ ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ച് തലമുണ്ണാക്കാൻ പോകുന്നില്ല. അടുത്തതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായത്തിലേക്കാണ് നാം പോകുന്നത്. അത് അടുത്ത വീഡിയോയിൽ, അടുത്ത എപ്പിസോഡിൽ. നന്ദി, നമസ്കാരം.